എന്തായാലും കൊലപാതകത്തിന് ശേഷവും അഫാന് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല എന്നാണ് സുഹൃത്ത് മുഹമ്മദ് ആൽഫ് മീഡിയ വണിനോട് പറഞ്ഞത്. മച്ചാനെ എന്ന് പറഞ്ഞുകൊണ്ട് അഫാൻ അടുത്തു വരികയാണ് ചെയ്തത്. 4-5 പേരെ കൊന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം താക്കോൽ കറക്കി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്നാണ് അഫാന്റെ സുഹൃത്ത് ആലിഫ് മീഡിയ വണിനോട് പറഞ്ഞത്. ഞാൻ ഇവിടെ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്ന സമയത്ത് ഈ പയ്യനെ എനിക്കറിയാം, കൊച്ചുനാളോട്ടെ അറിയാന്നുള്ളൊരു പയ്യനാണ്. എന്നെ കണ്ടിട്ട് ഓടി വന്നിട്ട് മച്ചാനെ എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് ഓടി വന്നവൻ. ഞാൻ ചിന്തയുടെ പ്രശ്നം, ഞാൻ ഒരു എനിക്കൊരു ഒപ്പിട്ടിട്ട് ഇതാ ഇറങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് പോയതാണ്. പിന്നെയാണ് അകത്ത് കയറിയപ്പം അകത്തുനിന്ന് പറയുന്നത് ഇങ്ങനെ 6 പേരെ ഇങ്ങനെ തീർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം. പക്ഷെ ആള് നല്ല കൂളായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ ഒരു പേടിയില്ല, ഒന്നുമില്ല. ഞാൻ കയറിയിട്ട് ഇപ്പം ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് കയറിയതാണ്. അവൻ ബൈക്കിലായിരുന്നു. അവൻ ചാവി ഇങ്ങനെ കറക്കി വന്നു, അത്രയും കൂളായിട്ട് വന്നു. എൻ്റെ അടുത്ത് പണ്ടോട്ടേ സംസാരിക്കുന്ന പയ്യന. അവൻ ആദ്യം എങ്ങനെയായിരുന്നു, ഇപ്പോഴും അത് കണക്ക് എന്നോട് സംസാരിച്ചത്. അഫാന്റെ സുഹൃത്ത് പരിചയക്കാരനാണ് മീഡിയ വണിനോട് കാര്യങ്ങൾ പറഞ്ഞത്. ഈ കൊലപാതകത്തിന് ശേഷവും യാതൊരു കൂസലവും ആശങ്കയും പ്രതി അഫാൻ ഉണ്ടായിരുന്നില്ല. അത്രയധികം നിസ്സാരമായി ഒരു സുഹൃത്ത് ഓടി വന്ന് കാര്യങ്ങൾ പറയുന്നത് പോലെ ഒരു സാധാരണ സംഭവം എന്ന രീതിയിൽ താൻ 6 പേരെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു എന്നാണ് സുഹൃത്ത് അലിഫ് മീഡിയ വണിനോട് പ്രതികരിച്ചത്. അതുതന്നെയാണ് പോലീസിനെയും സംശയത്തിലാക്കുന്നത്. എന്താണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെ മോട്ടീവ് എന്നത് കണ്ടെത്താനുള്ള ശ്രമം തന്നെയാണ് പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 3 പേരുടെ മൃതദേഹം ഇതിനോടകം തന്നെ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനടക്കം മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ പ്രതിയുടെ അച്ഛന്റെ സഹോദരന്റെയും ഭാര്യയുടെയും ഇൻക്വസ്റ്റ് നടപടികളാണ് അവിടെ ആരംഭിച്ചിട്ടുള്ളത്. SL പുരത്ത് വീട്ടിലാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ മീഡിയ വൺ പ്രേക്ഷകർക്ക് സ്ക്രീനിന്റെ ഒരു സൈഡിൽ കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊന്ന് കൊലപാതകം നടന്ന പെരുമലയിലെ വീടാണ്. എന്തായാലും പോലീസ് ഉടൻ തന്നെ ഒരുപക്ഷെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിലെടുത്തേക്കും എന്നാണ് വിവരങ്ങൾ. ഇനിയും ചുരുളഴിയേണ്ടിയിരിക്കുന്നു. ഇതിന്റെ കാരണം സംബന്ധിച്ച്, മോട്ടീവ് സംബന്ധിച്ച് തന്നെയാണ് ഇനി വ്യക്തത വരേണ്ടതുള്ളത്.